നിങ്ങളുടെ മൈക്കാണ് മേയർ ഡാമേജ് ആക്കിയിട്ടുണ്ട്, മൈക്ക് ഡാമേജ് ആക്കിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. എന്താക്കിയ മേത്ത് ഇതാക്കിയ ചളിയാക്കിയോ? എന്തിനാടിയേ ചെളി വാരി ആ സ്ഥിരം പരിപാടിയോ? അതെ, വണ്ടിയെല്ലാം കഴിക്കഴിഞ്ഞാൽ നല്ല കുട്ടപ്പനായിട്ടുണ്ട് വണ്ടി. ആയില്ല പോവല്ലേ? ഇനി നമ്മൾ പുറത്ത് വന്നു. ഇനി ഷോപ്പിങ്ങിനോ? അല്ല, ഷോപ്പിങ്ങിനല്ല, നമുക്ക് എവിടെ പോകും? നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് പുറത്ത് പോയിട്ട്. നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് സോപ്പി ഫുട്ബോൾ കളിക്കാൻ പോവാം, പിന്നെ ഷോപ്പിങ്ങിന് പോവാം, പിന്നെ എന്തിനു പോവാം? പിന്നെ എവിടെ പോകും? മമ്മോ എവിടെ പോകണം പറ? ഫുഡ് കഴിക്കാൻ പോണോ അതോ കളിക്കാൻ പോണോ? ആ, ഫുഡ് കഴിച്ച് ഷോപ്പിങ്ങിന് പോവാം. ഓക്കെ. ആ, പിന്നെ നമുക്ക് സോപ്പി ഫുട്ബോൾ കളിക്കാൻ പോവാം. പിന്നെ എനിക്കൊന്ന് അതിന്റെ ഇടയിൽ എനിക്കൊന്ന് ബാങ്കിൽ കയറണം. പോകുന്നതിക്ക് എനിക്കൊന്ന് ബാങ്കിൽ കയറണം കേട്ടോ. എങ്ങനെ മെഹറ് വിളിപ്പിക്കുന്ന മമ്മൂല? ഓക്കെ, അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ എങ്ങോട്ടാ നമ്മള് പോകുന്നേ? നമ്മളിപ്പോ നേരെ എന്താ ഷോപ്പിംഗാ? ഓക്കെ. ഷോപ്പിങ്ങിന് പോകുന്നു. നമ്മള് ബാങ്കിൽ ഒരു ചെറിയ എനിക്കൊരു ആവശ്യമുണ്ട്, അതിന് പോകുന്നു. പക്ഷെ അങ്ങോട്ടൊന്നും നമുക്ക് ക്യാമറയും കൊണ്ട് കയറാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഷോപ്പിങ്ങിന് പോവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാൻ പോവാം. മറ്റേ സോപ്പി ഫുട്ബോളും മറ്റേ റേഞ്ച് റൂം അങ്ങനത്തെ എല്ലാം കളിക്കാൻ പോവാം നമുക്ക്. എവിടെങ്കിലൊക്കെ പോകും. പക്ഷെ ക്യാമറ അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോകില്ല. അപ്പൊ പിന്നെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പബ്ബിലൊന്നും ക്യാമറ കയറ്റൂലല്ലോ. അങ്ങനത്തെ സ്ഥലത്തൊന്നും ഇനിയും കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, ക്യാമറ അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോവാം. തൊപ്പിയുടെ കാറിൽ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? അതിനകത്ത് എന്തെല്ലാം ഉണ്ട്. നോക്കണേ പ്രശ്നമുണ്ട് ഇവിടെ. ഇതൊക്കെ അങ്ങനെ നോക്കണ്ട, അങ്ങനെ മൊത്തമായിട്ട് അരിച്ചു വെറുക്കണ്ട. കാര്യങ്ങളിലുണ്ട് നമുക്കൊരു സേഫ്റ്റി കൊണ്ട്. നമുക്ക് കൂടുതലും ഇങ്ങനെ വള്ളികൾ വരും, ഇടക്കിടക്ക് ഇടങ്ങാറുകൾ വരും, മനസ്സിലാവും. അപ്പം ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട്. പൊട്ടിക്കാൻ അറിയോ? ആ, പിന്നെ ഞാൻ നന്നായിട്ട് ഓടി വെക്കും. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. തൊപ്പിയുടെ ഫാൻസ്. അയ്യോ, തൊപ്പിനെ കണ്ടപ്പോ എനിക്ക് വയ്യ. മേറിന്റെ ജീവിതം പറ. എന്റെ ജീവിതം, നമ്മളെ ജീവിതം കുറെ സമയം രാവിലെ എണീക്കുന്നു, ഷൂട്ടുള്ളപ്പം പോയി ഇന്റർവ്യൂ എടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ജിമ്മിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. വളരെ സിമ്പിൾ ലൈഫ് ഉണ്ട്. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ലൈഫ് ഒന്നുമില്ല. നിങ്ങളുടെ ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാ?
ഫോട്ടോ എടുക്കാനോ ഞാനങ്ങനെ സെൽഫി അങ്ങനെ പുറത്തു പോകുമ്പം അങ്ങനെ. പക്ഷെ നിങ്ങളുടെ അത്ര ഇല്ലട്ടോ, തൊപ്പീന്റെ അത്ര ഒന്നും ഇല്ല. എന്നാലും ആൾക്കാര് വരും, മിണ്ടും, സംസാരിക്കും, അങ്ങനെയൊക്കെ ശീലമുണ്ട്. ഇനിയിപ്പോ ഞാൻ ഏറെ കയറും, എനിക്ക് വയ്യ. ഓക്കെ, ഇതിൽ ഇവിടെ എന്തിനകത്ത് പറ്റാ? അതിനകത്തൊന്നുമില്ല. ഇത് നമ്മള് വെച്ചില്ല അല്ലേ? അത് വേണം വേറെ. അത് ഭയങ്കര ഫ്ലെക്സിങ് ആയി പോവും. അത് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, വാട്ട്സ് ഇൻ തൊപ്പീസ് ബാഗ്. ഇതാണ് തൊപ്പി എപ്പോഴും പുറത്തു കൊണ്ടുവന്ന ബാഗ്. ഈ ബാഗ് തുറന്നു നോക്കുന്നതിൽ തൊപ്പിക്ക് വിരോധം. വാട്ട്സ് ഇൻ മൈ ബാഗോ? അത് വേണ്ട. ഗണ്ണ് വയ്ക്കാൻ ബാക്കിയെല്ലാം എടുത്തോ. ഓക്കെ നോക്കട്ടെ. വേണ്ട, അതില് നിന്റെ ഇഷ്ടം. 5, 10, 15, 20, എണ്ണാനല്ല അറിയാലോ. 25, 30, 30,000. 30,000 എത്രയാ? അതമ്മ എനിക്കറിയില്ല. നിക്കപ്പൊ നിക്കൊരു കെട്ട് കണ്ട എത്രയാണെന്ന് മനസ്സിലായി. തീരെ വിവരം കുറവാ അല്ലേ? അങ്ങനല്ല, ഇത് നോക്ക്, ചിലപ്പോ ഇത് എത്ര ഇതിന്റെ കെട്ടാ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഏകദേശം ഒരു ഗെയിം കളിക്കാം. നിങ്ങൾ ഡെയിലി 30,000 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? നീ ഇങ്ങനെ ഒന്ന് ഇതാക്കിട്ട് കട്ടിയാക്കിട്ട് കാണിച്ചോ. 5 അങ്ങനെ ഏകദേശം പറയോ. ഇത് എത്രയാ? 50,000 ആണോ? 50,000. 50 അറിയാം, വെറുതെ അഭിനയിക്കാ. 50 അല്ലെങ്കിൽ 10 പറയാൻ പറ്റില്ല. എനിക്ക് സീരിയസ്ലി ഞാൻ ഇത്ര പൈസ ഒന്നും കണ്ടിട്ടില്ല. അല്ല, വെറുതെ പറയുന്ന. നീ എത്ര കൊല്ലായി എന്റർടൈൻമെന്റ് ഫീൽഡില്. നമ്മക്ക് അറിയാം. നിക്കല്ല എത്ര സാലറി ഉണ്ടാവുന്നല്ലോ. നമ്മക്കൊരു ഐഡിയ ഉണ്ട് അല്ല. നമ്മളെ കൊറേ പൊട്ടന്മാരാക്കല്ല. 50, 1 lakh, 1.5, 2, 2.5, 3, 3 ലക്ഷം. ഇതിനാണോ ബാങ്കിൽ പോകുന്നത്? ഓക്കെ, അപ്പൊ ഇതാണ് തൊപ്പിയുടെ വാട്ട്സ് ഇൻ മൈ ബാഗിൽ മെയിൻ സാധനം. പിന്നെ അതിനകത്ത് അതെന്താ ചെക്ക് ബുക്ക്? ഇത്രേ ഉള്ളൂ. 2 തൊപ്പി, മറ്റേ വേറെ സാധനങ്ങളൊന്നും ബാഗിൽ കൊണ്ടുപോയി നടക്കലില്ല. ഒന്നും ബാഗിൽ കൊണ്ടുപോയി നടക്കലില്ല. പൈസ മാത്രം. അല്ല, ആണുങ്ങളെ ബാഗുകളില് അങ്ങനെ ലിപ്സ്റ്റിക് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ലേ ഉണ്ടാവും. പക്ഷെ തൊപ്പിയുടെ ഐഡി കാർഡില് പക്ഷെ പോക്കറ്റില്ല. പിന്നെന്താ, ജോൺസൺസിന്റെ ബേബി ഓയിൽ ആണ് എപ്പോഴും ഉപയോഗിക്കാറ്. അതെന്താ? അത് കണ്ടോ? അതുണ്ടായില്ലേ? ജോൺസൺസ് ബേബി ഓയിലാ. നോക്കട്ടെ, കാണിച്ചേ. ഇത് പറയാം, തൊപ്പി ജോൺസൺസ് ബേബി ഓയിൽ ഉപയോഗിക്കാറില്ലേ? പിങ്ക് കളർ മൂടിയുള്ള. അതെങ്ങനെ അതില് വന്നു? എന്റെ റൂമിന്ന് കണ്ട്. അല്ല, അത് ഉപയോഗിക്കാറില്ലേ? ഞാനോ? അത് എന്റേതല്ല, പിന്നെ മുനുവിന്റെ. നിങ്ങളൊക്കെ ബേബി ഓയിലാണ് കുടിക്കാറ്. മുനു അങ്ങനത്തെ ഒരു വാൽക്കുപ്പിയോ. പാട്ടൊന്നും വെക്കാറില്ല നിങ്ങള് കാറില് സഞ്ചരിക്കുമ്പോ? എനിക്ക് പരികേ മായൂസ് ഹേ കഴിഞ്ഞ ഗിരേ ഇസ് ചൂർ